ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു എക്സാമിൽ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 88 മാർക്കാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നത് കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മജീവിയായിട്ട് 2026 പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? കേരളത്തിന്റെ ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മജീവി ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ബാസിലിസ് സബ്റ്റിലിസ് ആണ്. ബാസിലസ് സബ്റ്റിലിസ് ആണ് കേരളത്തിന്റെ ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മജീവി. ബാസിലസ് സബ്റ്റിലിസ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന്റെ പ്രമേയം എന്തായിരുന്നു? 2026 റിപ്പബ്ലിക് ദിന പരേഡിലെ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന്റെ പ്രമേയം എന്തായിരുന്നു? വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും. വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും എന്നതായിരുന്നു 2026 റിപ്പബ്ലിക് ദിന പരേഡില് കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന്റെ പ്രമേയം. വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ നൽകുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ നൽകുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി മന്ദഹാസം. പദ്ധതിയുടെ പേര് മന്ദഹാസം. കേരളത്തിലെ ഏത് നഗരത്തിലാണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് നഗരത്തിലാണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ കെ സ്മാർട്ട് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് പദ്ധതി ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡിജിറ്റൽ സേവനങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡിജിറ്റൽ സേവനങ്ങൾ. പദ്ധതിയുടെ പേര് കെ സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡിജിറ്റൽ സേവനങ്ങൾ. 2025-26 ബജറ്റിൽ കേരളം പ്രാധാന്യം നൽകിയ നീല സമ്പദ് വ്യവസ്ഥ, ബ്ലൂ ഇക്കോണമി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സമുദ്ര വിഭവങ്ങളുടെ വിനിയോഗം. ബ്ലൂ ഇക്കോണമി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സമുദ്ര വിഭവങ്ങളുടെ വിനിയോഗം. അടുത്ത ചോദ്യം, 1836 സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. 106 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് സംവരണത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? 106ാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് സംവരണത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? 15 വർഷമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 15 വർഷം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. റിപ്പബ്ലിക് ആകുന്നതുവരെ ഇന്ത്യ പിന്തുടർന്നിരുന്ന നിയമസംഹിത ഏതാണ്? റിപ്പബ്ലിക് ആകുന്നതുവരെ ഇന്ത്യ പിന്തുടർന്നിരുന്ന നിയമസംഹിത
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് റിപ്പബ്ലിക് ആകുന്നത് വരെ ഇന്ത്യ പിന്തുടർന്നിരുന്ന നിയമ സംഹിത. താഴെ പറയുന്നവരിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളിൽ ഉൾപ്പെടാത്തത് ആര്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളിൽ ഉൾപ്പെടാത്തത് ആര്? അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രി, ദാക്ഷായണി വേലായുധൻ എന്നിവർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആയിരുന്നു. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രി, ദാക്ഷായണി വേലായുധൻ. പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 326. അനുച്ഛേദം 326. പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 326 ആണ്. ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടൻ. ലൈംഗിക അതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ലൈംഗിക അതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 19 പ്രകാരമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. വകുപ്പ് 19. ചരക്കു സേവന നികുതി അതായത് GST നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? GST നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 101 ഭേദഗതിയാണ്. 101 ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിലെ GST നടപ്പിലാക്കിയത്. 101 ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന വകുപ്പ് ഏത്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനായിട്ട് പാർലമെന്റിന് അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 368 ആണ്. വകുപ്പ് 368. ഭരണഘടനയിൽ വരുത്തിയ ഒന്നാമത്തെ ഭേദഗതി നടന്ന വർഷം ഏത്? ഭരണഘടനയിൽ വരുത്തിയ ഒന്നാമത്തെ ഭേദഗതി നടന്ന വർഷം 1951. 1951 ഒന്നാമത്തെ ഭേദഗതി നടപ്പിലാക്കിയത്. 1951. കേരളത്തിലെ പക്ഷിപാതാളം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? വയനാടാണ്. വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. വയനാട്. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായ സ്ഥലം. കേരളത്തില് സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായ സ്ഥലം ഏത്? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായ സ്ഥലം ഏതാണ്? സൈലന്റ് വാലി. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ബാലഗംഗാധര തിലക്. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? ബാലഗംഗാധര തിലക്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ പ്രവർത്തിക്കുന്ന തത്വം. ഒപ്റ്റിക്കൽ ഫൈബറുകൾ പ്രവർത്തിക്കുന്ന തത്വം പൂർണ്ണാന്തരിക പ്രതിഫലനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പൂർണ്ണാന്തരിക പ്രതിഫലനം. 2026 ജനുവരിയിൽ അന്തരിച്ച പശ്ചിമഘട്ട സംരക്ഷണ സമിതി അധ്യക്ഷനായിരുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. 2026 ജനുവരിയിൽ അന്തരിച്ച പശ്ചിമഘട്ട സംരക്ഷണ സമിതി അധ്യക്ഷനായിരുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ. ഓപ്ഷൻ ബി മാധവ് ഗാഡ്ഗിൽ.
പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് ആരുടെ ആത്മകഥയാണ്? പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് ആരുടെ ആത്മകഥയാണ്? മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത്. താഴെ പറയുന്നവയിൽ പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്ലാസി യുദ്ധം. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകി. റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം നൽകിയത്. പ്ലാസി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകി. റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം നൽകിയത്. സമാധാന പരിപാലനത്തിനുള്ള 2025 UN സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസർ. സമാധാന പരിപാലനത്തിനുള്ള 2025 UN സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസർ സ്വാതി ശാന്തകുമാർ ആണ്. ഓപ്ഷൻ ബി സ്വാതി ശാന്തകുമാർ. പങ്കാളിത്ത പെൻഷന് പകരം കേരള സർക്കാർ 2025-26 നടപ്പിലാക്കുന്ന പദ്ധതി. പങ്കാളിത്ത പെൻഷന് പകരം കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ പദ്ധതി. അഷ്വേർഡ് പെൻഷൻ പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് പൊതു സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുന്ന കേരള സർക്കാർ പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് പൊതു സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ്. ഓപ്ഷൻ എ ന്യൂ ഇന്നിങ്സ്. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളെ പ്രയോജനപ്പെടുത്തി ടൂറിസം വികസനത്തിനായി ആവിഷ്കരിച്ച പദ്ധതി. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളെ പ്രയോജനപ്പെടുത്തി ടൂറിസം വികസനത്തിനായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ ഹോംസ്. കെ ഹോംസ്. കേരളത്തിലെ ക്ഷയരോഗ നിവാരണ ദൗത്യത്തിൻ്റെ പേര്. കേരളത്തിലെ ക്ഷയരോഗ നിവാരണ ദൗത്യത്തിൻ്റെ പേര്. എൻ്റെ ക്ഷയരോഗമുക്ത കേരളം. കേരളത്തിലെ ക്ഷയരോഗ നിവാരണ ദൗത്യത്തിൻ്റെ പേരാണ് എൻ്റെ ക്ഷയരോഗമുക്ത കേരളം. ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലൈഫ് മിഷൻ പദ്ധതി. ഭവനരഹിതർക്ക് വീട് നൽകുക. ലൈഫ് മിഷൻ ഭവനരഹിതർക്ക് വീട് നൽകുക. കേരളത്തിൽ കെ റെയിൽ പദ്ധതി ഏത് നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കേരളത്തിൽ കെ റെയിൽ പദ്ധതി ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ തിരുവനന്തപുരം, കാസർഗോഡ്. തിരുവനന്തപുരം, കാസർഗോഡ്. കേരളത്തിൽ കെ റെയിൽ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ തിരുവനന്തപുരം, കാസർഗോഡ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ഞാനും ഡിജിറ്റലായി. ക്യാമ്പയിൻ്റെ പേര് ഞാനും ഡിജിറ്റലായി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് ഞാനും ഡിജിറ്റലായി എന്നത്. കേരളത്തിലെ കുടുംബശ്രീ മിഷൻ സ്ഥാപിതമായ വർഷം. കുടുംബശ്രീ മിഷൻ സ്ഥാപിതമായ വർഷം 1998. 1998 കുടുംബശ്രീ മിഷൻ സ്ഥാപിതമായത്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കുടുംബശ്രീ മിഷൻ, കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ല ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ല ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ തിരുവിഴ ജയശങ്കർ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ തിരുവിഴ ജയശങ്കർ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? നാദസ്വരമാണ്. നാദസ്വരം. തിരുവിഴ ജയശങ്കർ. ഹരിവരാസന പുരസ്കാരം 2026 അർഹനായത് തിരുവിഴ ജയശങ്കർ ആണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാദസ്വരം. 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ശാരദ. ശാരദ.
മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയാണ്. ഓപ്ഷൻ ബി ഇന്ദുലേഖ. നീലദർപ്പൺ എന്ന വിഖ്യാത നാടകം രചിച്ചത് ആര്? നീലദർപ്പൺ എന്ന വിഖ്യാത നാടകം രചിച്ചത് ആര്? ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്രയാണ് നീലദർപ്പൺ രചിച്ചത്. നീലദർപ്പൺ നാടകമാണ്. ദീനബന്ധു മിത്ര. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനമാണ്. 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. രവീന്ദ്രനാഥ് ടാഗോർ. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? പാൻക്രിയാസ് ആണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത്? ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാക്കുന്ന രാജ്യം. 2026 ഏഷ്യൻ ഗെയിംസ് എവിടെയാണ്? ജപ്പാനാണ്. ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാക്കുന്ന രാജ്യം ജപ്പാൻ. ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായത് ആര്? ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 ബ്രാൻഡ് അംബാസിഡർ രോഹിത് ശർമ്മ. ഓപ്ഷൻ ബി രോഹിത് ശർമ്മ. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. 106 ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 106ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വനിതാ സംവരണമാണ്. വനിതാ സംവരണം. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് എന്ന്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് എന്ന്? 1936 നവംബർ 12. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്ന്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14. സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടുനൂൽ പുഴു വളർത്തൽ. ശാസ്ത്രീയമായ രീതിയിലുള്ള പട്ടുനൂൽ പുഴു വളർത്തലാണ് സെറികൾച്ചർ. സെറികൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ. 2026 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് ഓപ്ഷൻ സി ആണ്. 3 രാജ്യങ്ങളിലായിട്ടാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ. അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഒളിമ്പിക്സ് പതാകയിലെ വളയങ്ങളുടെ എണ്ണം എത്രയാണ്? ഒളിമ്പിക്സ് പതാകയിലെ വളയങ്ങളുടെ എണ്ണം എത്രയാണ്? 5 വളയങ്ങളാണ്. 5 വളയങ്ങൾ. മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ്? മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. മഹാത്മാഗാന്ധി. റെഡ് ക്രോസ് സംഘടനയുടെ സ്ഥാപകൻ ആര്? റെഡ് ക്രോസ് സംഘടനയുടെ സ്ഥാപകൻ ആര്? ഹെൻറി ഡ്യൂണന്റ് ആണ്. ഹെൻറി ഡ്യൂണന്റ് ആണ് റെഡ് ക്രോസ് സംഘടനയുടെ സ്ഥാപകൻ. ഹെൻറി ഡ്യൂണന്റ്. ലോക ജനസംഖ്യാ ദിനം എന്ന്? ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്?
ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ജൂലൈ 11. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ ഏത്? പനാമ കനാലാണ്. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പനാമ കനാൽ. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാമാണ്. ആസാം. വായുവിന്റെ ഈർപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വായുവിന്റെ ഈർപ്പം, ഹ്യൂമിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ. മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം ഏത്? മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് 2013 2013. തമിഴ്നാടിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? തമിഴ്നാടിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് കൊറമാണ്ടൽ തീരം. തമിഴ്നാടിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നു കൊറമാണ്ടൽ തീരം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17. 2017 ജൂൺ 17 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടവും സന്ധിക്കുന്ന സ്ഥലം. പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടവും സന്ധിക്കുന്നത് നീലഗിരി കുന്നുകളാണ്. പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടവും സന്ധിക്കുന്ന സ്ഥലം ഏതാണ്? നീലഗിരി കുന്നുകൾ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ട് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ട് ഏതാണ്? ആദിത്യ. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ലോഹം ഏതാണ്? ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ലോഹം ഏതാണ്? ഓസ്മിയമാണ്. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ലോഹം ഏത്? ഓസ്മിയം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് രാജ്യമാണ് അമേരിക്കയ്ക്ക് സമ്മാനിച്ചത്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനിച്ച രാജ്യം ഏത്? ഫ്രാൻസ് ആണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനിച്ചത്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം. ജപ്പാനിലെ ഐച്ചി നാഗോയയിലാണ്. ഓപ്ഷൻ എ ഐച്ചി നാഗോയ, ജപ്പാൻ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏത്? കഥകളിയാണ്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം കഥകളി. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? കുഞ്ചൻ നമ്പ്യാർ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം ഏത്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപമാണ് കൂടിയാട്ടം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം ഏതാണ്? കൂടിയാട്ടം. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കണ്ണൂരാണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കഥകളിയിലെ വേഷങ്ങൾ എത്ര പ്രകാരമാണ്? കഥകളിയുടെ വേഷങ്ങൾ എത്ര പ്രകാരം? 5 വേഷങ്ങളാണുള്ളത്. കഥകളിയിലെ വേഷങ്ങൾ എത്ര പ്രകാരമുണ്ട്? 5. മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് ആര്? മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ്. മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയാണ്. തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 40 ആർട്ടിക്കിൾ 40. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏത്? മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ
ആർട്ടിക്കിൾ 51A ആണ്. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം നൽകുന്ന വകുപ്പ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 352 ആണ്. ആർട്ടിക്കിൾ 352. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 360 ആണ്. ആർട്ടിക്കിൾ 360. വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A. വെള്ളത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? വെള്ളത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ക്ലോറിൻ ആണ്. ക്ലോറിൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ. താഴെ പറയുന്നവയിൽ ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ ഏവ? ഇവ പുല്ലുവർഗത്തിൽപ്പെടുന്ന വിളകളാണ്. റാഗി, തിന, ചാമ എന്നിവ ചെറുധാന്യങ്ങളാണ്. ഇവയിൽ അരിയേക്കാൾ കൂടുതൽ പ്രോട്ടീനും ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ എല്ലാം 3 പ്രസ്താവനകളും ശരിയാണ്. ആടുജീവിതം എന്ന നോവലിന്റെ കർത്താവ് ആര്? ആടുജീവിതം എന്ന നോവലിന്റെ കർത്താവ് ബെന്യാമിൻ. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1928 ആണ്. 1928. സിന്ധു നദീതട സംസ്കാരത്തിലെ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലം. സിന്ധു നദീതട സംസ്കാരത്തിലെ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നത് മോഹൻജോദാരോ. ഓപ്ഷൻ സി മോഹൻജോദാരോ. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ബംഗളൂരു ആണ്. ഓപ്ഷൻ ബി ബംഗളൂരു. വൈറ്റ് റിവല്യൂഷൻ ശ്വേത വിപ്ലവം എന്തിൻ്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റ് റിവല്യൂഷൻ പാലിൻ്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പാല്. ഇസ്രായേലിൻ്റെ പാർലമെന്റ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഇസ്രായേലിൻ്റെ പാർലമെന്റ് അറിയപ്പെടുന്നത് നെസറ്റ്. ഓപ്ഷൻ സി നെസറ്റ്. അഷ്ടമുടിക്കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് ഏത്? കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് പുനലൂർ പേപ്പർ മിൽസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ പുനലൂർ പേപ്പർ മിൽസ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തോട്ടം ഇടുക്കിയാണ്. ഓപ്ഷൻ ബി ഇടുക്കി. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. മൗലിക അവകാശങ്ങൾ നിർത്തിവെക്കാൻ അധികാരമുള്ളത് ആർക്ക്? മൗലിക അവകാശങ്ങൾ നിർത്തിവെക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി. അവസാനത്തെ ചോദ്യം, ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ഏതാണ്? ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണാകൃതിയാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണാകൃതി. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.